നിങ്ങളുടെ പാർട്ടി ഏതാണ്? എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ആ പാർട്ടീനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ കൂടി എൻ്റെ അച്ഛൻ ആ പാർട്ടിയാണ്, എൻ്റെ ചെറിയച്ഛന്മാർ ആ പാർട്ടിയാണ്, എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആ പാർട്ടിയാണ്. ഞാൻ ജനിച്ചു വരുന്ന സമയം മുതൽ ഞാൻ കാണുന്നത് ആ പാർട്ടീൻ്റെ പ്രവർത്തനങ്ങളാണ്, ആ പാർട്ടീനെ പറ്റിയാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ആ പാർട്ടിയിലുള്ളതാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ പറയുമായിരുന്നു ഞാൻ. പക്ഷെ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്നോട് ആരെങ്കിലും എൻ്റെ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇല്ല, ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല എന്ന് പറയാനായി എനിക്കിഷ്ടം. അങ്ങനത്തെ ഒരു മാറ്റം എന്നിലുണ്ടായി. ഞാനിപ്പോൾ ഈ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ UAE-ലാണ്. 1-2 ആഴ്ചകളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും നല്ലതല്ല. ഇപ്പം അർജുൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഇതിന് ശേഷം വയനാട്ടിലെ ആ ഒരു പ്രശ്നം, ഓരോ ദിവസം ഫോൺ നോക്കുമ്പോഴും വാർത്ത കേൾക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളാണ്. എന്താ പറയുക, കാണുന്ന നമുക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും. ഒറ്റൊരു രാത്രി കൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അവരുടെ കൂടപ്പിറപ്പും അവരുടെ എല്ലാം ആയിട്ടുള്ള കുറേ ആൾക്കാർ നഷ്ടപ്പെട്ടു. പിന്നെ അവരെങ്ങനെ ജീവിക്കും? അപ്പം അവർക്കൊക്കെ കൈത്താങ്ങാവുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനകൾക്കൊക്കെ അതീതമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. പ്രേ ഫോർ വയനാട് എന്നുള്ള കാര്യം കുറച്ച് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കഴിയുന്ന സാധനങ്ങൾ, അവർക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്ന, എൻ്റെ കുടുംബത്തിന് പറ്റുന്ന കുറച്ച് എമൗണ്ട് നമ്മളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കാൻ പറ്റും. ഞാൻ അയച്ചിട്ടുണ്ട്. അതുപോലെ അയക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരെ തളർത്തുന്ന മെസ്സേജുകളും തളർത്തുന്ന കമൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വലിയൊരു കാര്യം നടക്കുമ്പം പാർട്ടീനെയും കാര്യങ്ങളെയും ഒന്നും കൊണ്ടുവരാതിരിക്കാൻ നോക്കുക. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട, പക്ഷെ ചെയ്യാനുള്ള കുറേ ആൾക്കാരെയും കൂടി പിന്നോട്ട് വലിക്കുന്ന കമൻസും കുറേ നെഗറ്റിവിറ്റി ഒക്കെയാണ് കുറേ ആൾക്കാർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഇങ്ങനത്തെ കുറേ കമൻസ്, ഈ കമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വൾഗാരിറ്റി ഉള്ള, ഇതിലും വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കമൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനും. കുറേ ആൾക്കാരുണ്ട്, കുറേ നമുക്കിടയിലുള്ള കുറേ ആൾക്കാർ, എനിക്ക് അങ്ങനത്തെ കുറേ കമൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നടക്കുമ്പോഴും നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ഇങ്ങനത്തെ കമന്റ് ഇടാൻ കാണിച്ച ഓരോരുത്തരുടെ മനസ്സ്, അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനെ പാർട്ടീൻ്റെ കാര്യം പറഞ്ഞിട്ടും മറ്റു കാര്യം പറഞ്ഞിട്ടൊന്നും ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് പറ്റുന്ന പൈസ എന്താണോ അത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യാം. നമ്മൾ ഇതും അതിജീവിക്കും. ഇതിലും വലിയ കാര്യങ്ങളും നമ്മൾ അതിജീവിച്ചിട്ടില്ലേ, അപ്പോൾ ഇതും നമ്മൾ അതിജീവിക്കും. നമുക്ക് അതിജീവിക്കാൻ പറ്റും.